ഗൈസ് എന്തല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കരമായിട്ട് കുറേ കാലം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലും അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. എവിടെയാണ് പോകുന്നത് ഞാൻ അവിടെ എത്തിയിട്ടാകുമ്പോൾ പറയാം. ഇവിടെ എനിക്ക് അറിയുന്ന ഒന്ന് രണ്ട് ആൾക്കാർ പോയിട്ട് എനിക്കിങ്ങനെ മിക്സ്ഡ് റിവ്യൂസാണ് കിട്ടിയത്. അപ്പോൾ പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതിനാൽ നമ്മൾ വിചാരിച്ച് അവിടെ വരുന്നു പോവാന്ന്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഗോയിങ്. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന്. ഈ ബിൽഡിങ്ങിനെ ഞാൻ പൈനാപ്പിൾ ബിൽഡിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന സിലിക്കോൺ സെൻട്രൽ മോളിലേക്കാണ്. ഈ മോളും ഞങ്ങളും തമ്മിലൊരു പഴയൊരു ആത്മബന്ധമുണ്ട്. ഈ മോളിലേക്ക് വന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് സുപ്ര എടുത്തതിന് ശേഷം സുപ്രയുടെ അടി തട്ടിയിട്ടുണ്ടായത്. ഫസ്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആ ഒരു സംഭവം പറ്റിയോണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും ഈ മോളിനോട് അത്ര വലിയ താല്പര്യം ഉണ്ടായില്ല. പക്ഷേ ഇന്ന് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് വന്നത്. നമ്മൾ സുഡിയോയിലേക്കാണ് വന്നിട്ടുണ്ടായത്. ദുബായിൽ ഫസ്റ്റ് ഔട്ട്ലെറ്റ് സുഡിയോൻ്റെ സ്റ്റാർട്ട് ചെയ്തത് സിലിക്കൺ സെൻട്രൽ മോളിലേനും. നാട്ടിൽ സുഡിയോൻ്റെ അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെയും അതൊക്കെ തന്നെയായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇനീഷ്യലി ഇവിടെ വന്ന കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സാധനങ്ങളൊക്കെ വലിച്ച് വാരി കച്ചറയാക്കിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായേ, പ്ലസ് ഭയങ്കര ക്രൗഡും ഒക്കെ ആയിരുന്നു എന്ന്. അപ്പം നമ്മൾ ഒരു സാറ്റർഡേ നേരത്തെ വന്നതിന് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയത്. പക്ഷേ ആൾക്കാർ അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിലും കുറച്ചും കൂടി നീറ്റായിട്ടായിരുന്നു സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വലിച്ചു വാരി നിലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കെന്തോ കളക്ഷൻസ് അത്രയും നല്ല പോലെ ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായില്ല. എല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ്. എല്ലാം ഓൾമോസ്റ്റ് ഒരു 30-50 ആ ഒരു റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കളക്ഷൻസ് ഇൻ ജനറൽ എനിക്ക് ഭയങ്കര കുറവായിട്ട് തോന്നി നമ്മൾ നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പം. എനിക്ക് അവിടെ നിന്ന് ഞാൻ 1-2 സാധനങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇന്നത്തെ മേജർ ഷോപ്പിംഗ് മൊത്തം ആദിക്കായിരുന്നു. ആദിക്ക് അവിടെ നിന്ന് രണ്ട് ഷർട്ട് എങ്ങാനും കിട്ടിയിട്ടുണ്ടായി. എനിക്ക് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു ലക്കും കിട്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഫുട്വെയർ സെഷനിൽ കറങ്ങി തിരിഞ്ഞ് നടന്നു. പക്ഷേ അവിടെയും എനിക്ക് പറ്റിയതൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാത്തിനും എന്തോ ഒരു ക്വാളിറ്റി കുറവോ അല്ലെങ്കിൽ എന്തോ ഒരു ഫിനിഷിങ് കുറവോ പോലെയൊക്കെ തോന്നി. പിന്നെ എനിക്ക് ടോപ്പ് കണ്ടപ്പം ഭയങ്കര കൗതുകമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്കിതങ്ങനെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു ഫീലിംഗ് ഉള്ളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം അതിനെ നോക്കി നിന്നെങ്കിലും ഞാൻ ലാസ്റ്റ് അത് വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഷോപ്പിംഗ് ഇസ് എ തെറപ്പി, ഷോപ്പ് ടിൽ യു ഡ്രോപ്പ്, ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൻ്റെ മോട്ടോ. എങ്കിലും ചില സമയത്ത് എനിക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പോലും ആ ഒരു ഉൾവിളി വരില്ല. ആ സമയത്ത് നമ്മൾ എത്ര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊന്നും ഇഷ്ടപ്പെടുകയില്ല, നമുക്കൊന്നും അങ്ങനെ വാങ്ങാനും തോന്നില്ല. ഇന്ന് എൻ്റെ ദിവസം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. എനിക്ക് അഗാധമായ ദുഃഖം ഇതിലുണ്ടായിരുന്നെങ്കിലും ഞാൻ അധികം അതിപ്പോൾ അങ്ങനെ പുറത്ത് പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ ഉള്ള മെയിനായിട്ടുള്ളൊരു ഹോബിയാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കിഡ് സെഷനിൽ പോയിട്ട് ഈ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കുക. അപ്പോൾ നാട്ടിലേക്ക് ഇങ്ങനെ പോകാനുള്ളൊരു സമയമൊക്കെ ആയി തുടങ്ങിയത് കൊണ്ട് തന്നെ നാട്ടിലേക്ക് എൻ്റെ ചേച്ചിയുടെ കുട്ടികൾ പിന്നെ അതിൻ്റെ കസിൻ്റെ മോളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടു വെക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മെൻസ് കളക്ഷനെക്കാളും കൂടുതലുണ്ടായത് വിമൻസ് കളക്ഷൻ തന്നെയാണ്. പക്ഷേ അതിനകത്തും എല്ലാത്തിലും ഒരു എന്താ പറയുക ഒരു എത്നിക് ടച്ചായിരുന്നു എല്ലാ കൈൻഡ് ഓഫ് ഡ്രസ്സിലും. അതിനകത്തുള്ള പാറ്റേൺസ് ആയിക്കഴിഞ്ഞാലും എല്ലാം ഭയങ്കര സിമിലർ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറച്ച് വിൻ്റർ കളക്ഷൻസ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് കുറേ കാണുന്നത് കൊണ്ടും അതിനോട് അത്ര ഒരു എന്താ പറയുക അതൊരു വ്യത്യസ്തമായിട്ടുള്ള സാധനം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നാട്ടിലെ സ്റ്റുഡിയോ ആണെങ്കിൽ പോലും അവരുടെ കളക്ഷൻസ് അത്യാവശ്യം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് സാധനം എടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ 1-2 ഡ്രസ്സൊക്കെ വന്ന സ്ഥിതിക്ക് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിനെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റ്സിലുള്ള കുറച്ച് കളക്ഷൻസ് ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡെഫിനറ്റ്ലി വന്നിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റാണ്. പിന്നെ ക്വാളിറ്റി വൈസ് ഓൾസോ എനിക്ക് കുഴപ്പമില്ലാത്ത പോലെ ഫീൽ ചെയ്തു. അങ്ങനെ ആദ്യമുള്ള സാധനവും മേടിച്ച് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. തൊട്ട് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു Forever 21 ഉണ്ടായത്. അപ്പോൾ അവിടെയും ഇതുപോലെ ഡിസ്കൗണ്ടിൻ്റെ കുറച്ച് ബാനേഴ്സൊക്കെ വെച്ചപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് നേരം തെണ്ടിത്തിരിഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ ദിവസമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ മാക്സിൽ പോയിട്ടുണ്ടേനു. അവിടെ നിന്ന് ആദിക്ക് വേണ്ടി കുറച്ച് സാധനം വീണ്ടും മേടിക്കാനുണ്ടായി. കാരണം ആദ്യം നെക്സ്റ്റ് മന്ത് ഓഫീസിൻ്റെ കാര്യങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ടായി. എങ്ങനെയുണ്ട് സ്വന്തമായിട്ട് കുറേ സാധനങ്ങൾ ഒറ്റയ്ക്ക് എനിക്കൊന്നും മേടിച്ചു തരാതെ മേടിച്ചതിട്ട്? ഞാൻ കൊല്ലത്തിലൊരിക്കലേ വാങ്ങാറുള്ളൂ. അതിന് മോളെ പോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും എല്ലാ മാസം പോയി വാങ്ങാറില്ല, എല്ലാ ആഴ്ചയിലും പോയിട്ട് ഞാൻ കൊല്ലം. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം ഞങ്ങൾ
അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് സൂക്ക് എക്സ്ട്രാ മോളിലാണ്. അവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് വിനീതേട്ടൻ. അപ്പോൾ വിനീതേട്ടൻ്റെ വോക്ക എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റിൻ്റെ സെക്കൻഡ് ഔട്ട്ലെറ്റ് അവിടെ ലാസ്റ്റ് വീക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്ക് അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീക്ക് എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് നമ്മൾ അവിടെയും പോകാമെന്ന് വിചാരിച്ചു. അവരുടെ ചോക്ലേറ്റ് തരം നമ്മൾ നോർമൽ ബ്രാൻഡഡ് ചോക്ലേറ്റിനെക്കാളും ഭയങ്കര ബെൽജിയൻ ചോക്ലേറ്റ് വേറെ തന്നെ ഒരു ടേസ്റ്റാ. അവരുടെ ചോക്ലേറ്റ് ഇപ്പൊ കുറച്ച് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം റീലിലൊക്കെ ഭയങ്കര കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് അവരുടെ ഇതുണ്ട്, ബിഗ് ഡാഡി എന്ന് പറഞ്ഞാൽ മറ്റേ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ മറ്റേ പിസ്താഷ്യോ ഒക്കെ ഉള്ള. അപ്പൊ ഇന്ന് ഇവരുടെ ഒരു ഫ്രണ്ട് ഇന്നോ നാളെ വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് അത് എന്താ പറയാ കഴിക്കാൻ ഭയങ്കരമായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്ന വിനീതേട്ടൻ ഞങ്ങൾ ഇതിന്റെ ഒഫീഷ്യൽ അംബാസഡർ ആക്കണം. അപ്പോൾ അത് വാങ്ങാനും പിന്നെ ആ സ്റ്റോറിൽ നിന്ന് കുറച്ച് നല്ല നല്ല ചോക്ലേറ്റ് വാങ്ങാനും ലെറ്റ്സ് ഗോ. ഇവിടെ ടെമ്പറേച്ചർ ഇപ്പോൾ കുറച്ച് കുറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല നട്ടപ്പൊരി വെയിലായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ദുബായിൽ വന്നപ്പോൾ എന്നെ ഫസ്റ്റായിട്ട് ഇവിടുന്ന് കാണാൻ വന്ന ഒരാളായിരുന്നു വിനീതേട്ടൻ ഫാമിലി ആയിട്ട് വന്നിട്ട് എനിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് ചെയ്തായിരുന്നു ഈ വോക്കയുടെ ചോക്ലേറ്റ്. അന്ന് കഴിച്ച നമ്മൾ ഫസ്റ്റ് ടേസ്റ്റ് ലവ് എന്നൊക്കെ അങ്ങനെ ഒരു വേർഡ് ഉണ്ടെങ്കിൽ അത് വോക്കയ്ക്ക് എന്താ പറയുക വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. കാരണം അത്രയ്ക്ക് അടിപൊളി ഇവരുടെ ചോക്ലേറ്റ്. ഇത് പെയ്ഡ് പ്രൊമോഷനോ അങ്ങനത്തെ എന്താ പറയുക രീതിക്ക് പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ശരിക്കും കഴിച്ച് ഞങ്ങൾ നാട്ടിൽ ഇത് ഒരുപാട് തവണ കൊണ്ടുപോയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റാണ്. നമ്മൾ യൂഷ്വൽ കഴിക്കുന്ന ചോക്ലേറ്റിനെക്കാളും വേറെ തന്നെ ഒരു അത് എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു തരേണ്ടതെന്ന് അറിയില്ല, നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവും. പിന്നെ ഇവർ ചോക്ലേറ്റ്സ് അല്ലാതെ നമുക്കിപ്പം കസ്റ്റമൈസ് ചെയ്യാനും ഇപ്പം ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഒക്കെയുള്ള രീതിക്കും ഇവർ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഇവർക്ക് ചോക്ലേറ്റ് മാത്രമല്ല ഐസ്ക്രീംസ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ് നട്ട്സിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നല്ല ചോക്ലേറ്റ്സ് വാങ്ങി. എനിക്ക് രാവിലെ തന്നെ ദഹിച്ചു തോന്നുന്നു ഷോപ്പിങ്ങിന് പോയിട്ട് ഫുഡ് കഴിക്കും. സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആവാനായി. അപ്പം നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ പോയത് ദേരയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ദേരയിലുള്ള കാലിക്കറ്റ് ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിലായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായേ. നല്ല ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവരുടെ സീറ്റിംഗ് ആയാലും ഇൻറ്റീരിയർ വർക്ക്സ് ആയാലും ഭയങ്കര മിനിമൽ പക്ഷെ ഭയങ്കര ക്ലാസി ആയിരുന്നു. ബിരിയാണികളുടെ നാടായ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം കഷ്ടപ്പെടാണ്ട് തന്നെ ഉത്തരം കിട്ടും, അതെന്നും ബിരിയാണി തന്നെയായിരിക്കും. ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായിട്ടുണ്ടെങ്കിലും പല സ്ഥലത്തുനിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കെൻ്റെ മനസ്സിന് തൃപ്തിയോടെ വന്ന ഒരു ബിരിയാണി ഇതുവരെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് കഴിക്കുന്നതിന് മുന്നേ വരെ. ഇവിടുന്ന് ഞാനൊരു ഫിഷ് ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആദ്യം ഒരു ചിക്കൻ ബിരിയാണി. എല്ലാത്തിനും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ബിരിയാണീൻ്റെ അതേ ഫീലോടുകൂടി ഞാൻ ഇത്രയും എൻജോയ് ആയിട്ട് ബിരിയാണി കഴിച്ചിട്ട് കുറേ കാലമായിട്ടുണ്ടാവും. പിന്നെ അവരുടെ സ്റ്റാർ ഐറ്റമായിരുന്നു അവരുടെ ഈ ടോപ്പ് ഫോം ചിക്കൻ. ഇതും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇവരുടെ ഡീറ്റെയിൽ റിവ്യൂ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ ബിരിയാണിയും തിന്ന് പായസവും കുടിച്ച് ഇനി നല്ലൊരു ഉറക്ക് പാസ്സാക്കണം. നല്ല ഉറക്കം ഞാൻ കണ്ണിൽ മാടി വിളിക്കുന്നു. ബിരിയാണി കുമ്പ. അത് കഴിഞ്ഞ് നമ്മൾ ഷാർജയിൽ പോയി അവിടെ ഒരു കൊളാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നേരെ കുളിക്കണം, ഇവർക്കുള്ള ഫുഡ് കൊടുക്കണം, എന്നിട്ട് നേരെ കിടന്നുറങ്ങണം. സോ till we meet with another video. 2 deals.